نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നോടെന്ന പോലെ മുഴുവൻ വിശ്വാസികളോടും വിശ്വാസിനികളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. നമുക്കറിയാം, വിശ്വാസി ലോകം ഇന്ന് ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗോജലമായ സ്മരണകളെ അയവിറക്കിക്കൊണ്ടുള്ള ഈ ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമായാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദ്യമായി എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. നമ്മൾ ഈദ് ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ സമാധാനത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കുടുംബസമേതം ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ 3 വിഭാഗം ആളുകൾ അവരെ നമ്മൾ ഓർക്കണം. ഈ സന്ദർഭത്തിൽ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അതിലൊരു വിഭാഗം മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളുമാണ്. അവർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും നമ്മളെ കൂടെ ഇന്ന് ഈദ് ആഘോഷിക്കാനില്ല. അവർ നമ്മളെ കൂടെ ഈദ് ആഘോഷിക്കേണ്ടവരായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ യാത്രയായി. അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഈദിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അതിൻ്റെ ഭാഗമായി അവരുടെ ഖബറുകളെ നമ്മൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ കാര്യം നമ്മൾ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു വിഭാഗം, നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അതോടൊപ്പം അടിച്ചമർത്തലും നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ നമ്മളിവിടെ സമാധാനത്തോടുകൂടി ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ സഹോദരന്മാർ
അവർക്കവിടെ ഈദ് ആഘോഷിക്കാൻ സാധിക്കുന്നില്ല. അവർ ടെൻറ്റുകളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉറ്റവരും ഉടയവരുമായ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അക്രമികൾ കൊന്നുകളഞ്ഞു. ഇവിടുത്തെ സാമ്രാജ്യത്വ ശക്തികളും മാനവിക ശത്രുക്കളും ലോകത്തിൻ്റെ ശത്രുക്കളും നമ്മുടെ സഹോദരന്മാർക്ക് മേൽ ഇപ്പോഴും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈദിൻ്റെ ദിവസങ്ങളായിരുന്നു അവിടങ്ങളിലെല്ലാം. അവിടെ ആ ദിവസങ്ങളിൽ പോലും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നമ്മളെപ്പോലെ സമാധാനത്തോടുകൂടി ഈദ് ആഘോഷിക്കേണ്ടവരാണ്. നമ്മളെപ്പോലെയുള്ള മജ്ജയും വികാരവും വിചാരങ്ങളുമുള്ള ആളുകളാണ്. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. അള്ളാഹുവേ, ഞങ്ങളെ സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരന്മാർക്ക് അള്ളാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണമേ. അവർക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെപ്പോലെ സമാധാനത്തോടുകൂടി ഈദ് ആഘോഷിക്കാൻ അതിനുള്ള അവസരം അള്ളാഹുവേ, കാരുണ്യവാനെ റബ്ബേ, നീ ഒരുക്കി കൊടുക്കണമേ. അപ്പോൾ അവരെയും നമ്മൾ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു വിഭാഗം ആളുകൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ കൂടെ വരാൻ പറ്റാത്ത നമ്മുടെ കുടുംബത്തിലെ സുഹൃത്തുക്കളായ, നമ്മുടെ മാതാപിതാക്കളായ, അതുപോലെ പ്രായം ഒരുപാട് വർദ്ധിച്ച വാർദ്ധക്യമുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഇവർക്കൊന്നും നമ്മളെ കൂടെ ഈദ് ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം അവരെ ഓർക്കുക. നമ്മൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ രോഗികളായിട്ടുള്ള, നിത്യരോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പടുവാർദ്ധക്യത്തിലേക്ക് എത്തിയ നമ്മുടെ ഉപ്പമാർ, അവരൊക്കെ സന്ദർശിക്കുക. അവരെ കൂടെ കുറച്ചു നേരമൊക്കെ ചെലവഴിക്കുക. അവർക്കും ഒരു പ്രയാസം ഉണ്ടാവരുത്. എല്ലാവരും ആഘോഷിക്കുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവരുത്. അവരെ കൂടെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുക. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈദിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശങ്ങളും ലക്ഷ്യങ്ങളും. സ്നേഹം പകർന്നു കൊടുക്കുക, പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം ഈദിൻ്റെ പ്രത്യേകമായ സന്ദേശമായി നമ്മൾ പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖുമാറാകട്ടെ. ബലിപെരുന്നാൾ എന്നത് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹജ്ജ് കർമ്മങ്ങളും, അതിനുശേഷം നമ്മളിപ്പോൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ബലിയറുക്കുന്നു, ഇതെല്ലാം തന്നെ ഒരു കുടുംബത്തിൻ്റെ മഹത്തായ ആദർശത്തെ ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു കാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹദിയായ നമ്മുടെ ഉമ്മ ഹാജറയും കാഴ്ചവെച്ച, അവരനുഭവിച്ച ത്യാഗങ്ങളും പരീക്ഷണങ്ങളും, ആ പരീക്ഷണങ്ങളെല്ലാം അവർ മറികടന്നു വന്ന, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അള്ളാഹു ആ കുടുംബത്തെ തെരഞ്ഞെടുത്തു. ഇതൊക്കെ നമ്മളെ മുന്നിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഈദിൻ്റെ സന്ദർഭങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഹജ്ജ് വേളയിൽ യൗമുൻ നഹർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ബലിയുടെ ദിവസം. അയ്യാമുത് തശ്രീഖിൻ്റെ ദിവസങ്ങൾ, ഹജ്ജ് ദുൽഹിജ്ജ, നമ്മൾ പെരുന്നാളിൻ്റെ ഇന്നത്തെ ദിവസം മുതൽ ദുൽഹിജ്ജ 13 ദുഹർ വരെ അത്രയും സന്ദർഭങ്ങളിൽ നമുക്ക് ബലിയെടുക്കാനുള്ള സമയങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളെല്ലാം ശ്രേഷ്ഠമായ സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്. ഇതെല്ലാം ഒരു കുടുംബത്തെ ഓർമ്മിപ്പിക്കും, കുടുംബത്തെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ അദ്ദേഹം ഏത് രീതിയിലുള്ള ജീവിതമാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്? ഏറ്റവും പ്രധാനമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞ കാര്യം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. അള്ളാഹു പറയണ ഇബ്രാഹിം സിദ്ദീഖൻ നബിയ, അദ്ദേഹം സിദ്ദീഖാണ്, നബിമാരിലെ സിദ്ദീഖ് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിശേഷിപ്പിക്കുകയാണ്. എന്താണ് സിദ്ദീഖ്? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിനു വേണ്ടി വാദിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ സത്യത്തിനു വേണ്ടി വാദിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും, ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങൾ അനുഭവിക്കുകയും,
ആ സത്യത്തിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്ത, മാത്രമല്ല ആ സത്യ വഴിയിൽ നിന്നൊരൽപ്പം പോലും ഭ്രംശനം സംഭവിക്കാത്ത ചെറിയ ഒരു വ്യതിചലനം പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും സത്യത്തിന്റെ വഴിയിൽ ചെറിയൊരു വ്യതിചലനം പോലും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏത് സത്യത്തിന് വേണ്ടിയാണ് വാദിച്ചത്? അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ്, ഇന്ന റബ്ബക്കും വാഹിദ്. ആ അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥനകൾ അർപ്പിക്കുകയുള്ളൂ. അദ്ദേഹം ജനിച്ചു വീണ സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ, അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, അള്ളാഹു അല്ലാത്ത സകലത്തിലേക്കും ജനങ്ങൾ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചിരുന്ന, അള്ളാഹു അല്ലാത്ത പലതിനെയും ഭയപ്പെട്ടിരുന്ന, അള്ളാഹു അല്ലാത്ത പലതിനെയും അംഗീകരിച്ചിരുന്ന അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തിലേക്ക്, ഒരു ലോകത്തിലേക്ക് ജനിച്ചു വീണ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ കലുഷിതമായിട്ടുള്ള അരക്ഷിതമായിട്ടുള്ള ശിർക്കിന്റെ അങ്ങേറ്റത്തെ അരാജകത്വം നിലനിന്നിരുന്ന, ധാർമ്മികതയുടെ അരാജകത്വം നിലനിന്നിരുന്ന സമൂഹത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇബ്രാഹിമുല്ലദീ വഫ. ഒരാളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഇബ്രാഹിമുല്ലദീ വഫ, ഇബ്രാഹിം തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ ഇഷ്ടദാസനായ ഖലീലായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഇബ്രാഹിമുല്ലദീ വഫ, തന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അദ്ദേഹം പൂർത്തീകരിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇബ്രാഹിം ആരായിരുന്നു? അദ്ദേഹം ഖാന ഉമ്മ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഒരു വ്യക്തിക്ക് നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളല്ല അദ്ദേഹം നിർവഹിച്ചത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം പാലിക്കേണ്ട മര്യാദകളും ആദർശങ്ങളും പ്രവർത്തനങ്ങളും ത്യാഗങ്ങളും മാത്രമല്ല അദ്ദേഹം കാഴ്ചവെച്ചത്, മറിച്ച് ഒരു വ്യക്തിയെ അള്ളാഹു വിളിക്കുന്നത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഒരു ഉമ്മത്താണ് അദ്ദേഹം. ഒരു സമുദായത്തിന് ചെയ്തു തീർക്കാൻ പറ്റാത്തത് പോലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുകയും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു ആ മഹാനായ പ്രവാചകനെ വിളിച്ചു. എന്ത്? ഇബ്രാഹിമിനെ അല്ലാഹു വിളിക്കുകയാണ്. എന്താണ് വിളിക്കുന്നത്? ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മനുഷ്യരാശിയുടെ ഇമാമായി താങ്കളെ അല്ലാഹു സുബ്ഹാനഹു തആല താങ്കളെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അല്ലാഹു നൽകിയതെല്ലാം അല്ലാഹുവിന് സമർപ്പിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിമിന് നൽകിയ വിജ്ഞാനത്തെ അല്ലാഹുവിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ഉപയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു നൽകിയ ബുദ്ധി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ ആ സന്താനത്തെ അല്ലാഹുവിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. സ്വന്തം ജീവിതം അദ്ദേഹം തീയിൽ സമർപ്പിക്കാൻ തയ്യാറായി. സ്വന്തം നാട് അദ്ദേഹം വിട്ടുപോയി. ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാവിനെയും പിതാവിനെയും കുടുംബാംഗങ്ങളെയും വിട്ട് അദ്ദേഹം നാട് വിട്ട് അദ്ദേഹം പോവേണ്ടി വന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. പോയ രാജ്യങ്ങളിൽ, പോയ സ്ഥലങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന് പ്രയാസങ്ങൾ നേരിട്ടു. പല സ്ഥലത്തു നിന്നും അദ്ദേഹം ആട്ടിപ്പായിപ്പിക്കപ്പെട്ടു. എന്നിട്ട് പോലും അദ്ദേഹം തന്റെ നാഥന് വേണ്ടിയുള്ള സമർപ്പിത ജീവിതത്തിൽ നിന്ന്, ആ സത്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന്, ആ ശിർക്കിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പിന്മാറിയില്ല. അതുകൊണ്ട് ആ ഇബ്രാഹിമിനെയും കുടുംബത്തെയും ഉൾക്കൊള്ളാൻ, ആ ഒരു ആദർശം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മില്ലത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കിനെതിരെയുള്ള പോരാട്ടമാണ്. മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തൻ്റെ നാടിനു വേണ്ടിയുള്ള, രാജ്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ രാജ്യത്തെ സ്നേഹിക്കണം. നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ രാജ്യത്ത് പരസ്പരം ഹൈന്ദവരായ സഹോദരന്മാർ, അതുപോലെ തന്നെ ക്രൈസ്തവരായ സഹോദരന്മാർ, വ്യത്യസ്ത ജനവിഭാഗങ്ങളുമായി ഏറ്റവും അടുപ്പത്തിലും സ്നേഹത്തിലും നമ്മൾ അനുവർത്തിക്കണം. അവരെല്ലാം തന്നെ പരമാവധി അടുപ്പിക്കാനും ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കണം. അതാണ് ഇബ്രാഹിമി മില്ലത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പോലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു,
റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ എൻ്റെ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. അപ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കണം. ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കേണ്ടതും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം അത് സമാധാനപൂർണമായ, നമ്മുടെ രാജ്യത്ത് വർഗീയത അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല ദുഷ്ടശക്തികളും നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ക്ഷമയുടെ വഴി സ്വീകരിച്ചുകൊണ്ട്, മില്ലത്ത് ഇബ്രാഹിമിലായിക്കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം പരമാവധി ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെയും വഴി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൂടി നമ്മൾ പ്രവർത്തിക്കണം. അതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പകർന്നു തന്ന മഹത്തായ പാഠമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കേവലം സ്വന്തം ജീവിതം, ഇബ്രാഹിം എന്ന ഒരു വ്യക്തി സ്വന്തം ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ശിർക്കിൽ നിന്ന് അദ്ദേഹം മുക്തനാവുകയും മാത്രമല്ല ചെയ്തത്, തൻ്റെ കുടുംബത്തെ കൂടി ആ ആദർശത്തിൻ്റെ വഴിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ വാപ്പയും മകനും ആ കഅബാലയം പടുത്തുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത പ്രാർത്ഥന എന്താ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, റബ്ബനാ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കണമേ. അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ആ പ്രവാചകൻ ആ മകനെ കൂട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. യഥാർത്ഥ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ, അള്ളാഹുവിന് വേണ്ടി സകലവും സമർപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളിനി ഉൾപ്പെടുത്തണേ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ ഭാര്യയെ കൂട്ടി, നമ്മുടെ മക്കളെ കൂട്ടി നമ്മൾ ഒന്നിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന തന്നില്ല, വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, അള്ളാഹുവേ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും അള്ളാഹുവെ നിന്നെ അനുസരിക്കുന്ന, നിനക്ക് കീഴ്പ്പെടുന്ന മുസ്ലിമീങ്ങളുടെ ഒരു സമുദായത്തെ നീ കൊണ്ടുവരണേ ഞങ്ങളുടെ തലമുറകളിൽ നിന്നും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന നടത്തണം. അതിനനുസരിച്ച് പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ വഴിയിൽ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹുവിൻ്റെ വഴിയിൽ, ആ ത്യാഗത്തിൻ്റെ തൗഹീദിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് കാണിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വളർന്നു വരുന്ന തലമുറ വളരെ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ, അതുപോലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ, മഹല്ല് ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന കാരണവന്മാരായ ആളുകൾ, ഇവരെല്ലാം ഈ വിഷയം ചിന്തിക്കണം. കാരണം വളർന്നു വരുന്ന തലമുറ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അപകടങ്ങളാണ് നമ്മുടെ സമുദായത്തെ കാത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾ, അതിൻ്റെ ഉപയോഗം ചെറിയ ക്ലാസ്സുകളിലേക്ക്, UP തലങ്ങളിലേക്ക്, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക്, 7ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സുകളിലേക്ക് വരെ ഈ മയക്കുമരുന്നിൻ്റെ വ്യത്യസ്തമായ രീതികളിലൂടെ അതിൻ്റെ മാഫിയ വലവിരിച്ച് കാത്തുനിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്ത ഫലം നമ്മുടെ സമുദായം അനുഭവിക്കുകയാണ്. എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അടുത്ത കാലത്ത് നടന്ന പല കൊലപാതകങ്ങളും നമ്മുടെ സമുദായത്തിലാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളെ, നിർമ്മതവാദികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ നിന്നാണ്. മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെതിരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, പ്രവാചകന്റെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ സകല മേഖലകളിലും സ്വതന്ത്രവാദത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ജനറൽ ന്യൂട്രാലിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളതുപോലെ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നെല്ലാം പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ തലമുറയെ നിരീശ്വരവാദത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ അധാർമികതയുടെ വഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ പ്രസക്തി. അവിടെയാണ് മില്ലത്ത് ഇബ്രാഹിമിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും നമ്മൾ മടങ്ങേണ്ടതിന്റെ പ്രസക്തി വരുന്നത്. കേവലം നമ്മൾ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം പോരാ. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവരാരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കണം. അവിടെ എന്താണ് നടക്കുന്നത്?
ഇതെല്ലാം പരിശോധിക്കണം. നമ്മുടെ പെൺമക്കളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. അവരുടെ കൂട്ടുകെട്ട് എന്താണെന്ന് പരിശോധിക്കണം. അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവിടെയും നമ്മുടെ ഒരു നിരീക്ഷണം അവിടെ ഉണ്ടായിരിക്കണം. പൂർണ്ണമായി സ്വതന്ത്രമായി അവരെ അഴിച്ചുവിടുകയല്ല വേണ്ടത്, മറിച്ച് അവരെ സ്വാതന്ത്ര്യത്തിന്റെ ആ വഴിയിലേക്ക് വിടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പിടുത്തം അവരുടെ മേലുണ്ടായിരിക്കണം. എന്തിനാണ്? നമ്മുടെ പിടുത്തമില്ല എങ്കിൽ, നമ്മുടെ ഒരു ശ്രദ്ധ അവരുടെ കാര്യത്തിലില്ല എങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ വളർന്നു വരുന്ന തലമുറ പൂർണ്ണമായും ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് വിട്ടുപോയി പൂർണ്ണമായും അരാജകത്വത്തിന്റെ അധാർമികതയുടെ വഴിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എത്ര പെൺകുട്ടികളാണ് ചാടിപ്പോയത്. വിവാഹം കഴിച്ച പെൺകുട്ടികൾ ചാടിപ്പോയി. എത്ര പെൺകുട്ടികളാണ് അമുസ്ലിങ്ങളുടെ കൂടെ ചാടിപ്പോയി എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം, അധാർമികതയുള്ള അക്രമികളുടെ കൂടെ ചാടിപ്പോയി. എത്ര കുടുംബ ബന്ധങ്ങളെയാണ് തകർത്ത് കളഞ്ഞത്. എത്ര മാതാപിതാക്കളെ കണ്ണുനീരാണ് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മഹല്ലുകളെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മില്ലത്ത് ഇബ്രാഹിമിൽ നിന്നുകൊണ്ട് സംസ്കരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭവനമുണ്ടാക്കി, ഒരു സ്ഥാപനമുണ്ടാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ഥാപനത്തിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചത് എന്താ? നമ്മൾ നമ്മുടെ മക്കളെ ആദർശത്തിന്റെ വഴി വളർത്തണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഇസ്ലാമികമായ സ്ഥാപനങ്ങളിൽ പള്ളിയിൽ പോകുന്നവരായിരിക്കണം, നമസ്കാരം നിർവഹിക്കുന്നവരായിരിക്കണം. ഈ അർത്ഥത്തിലായിരുന്നു ഇബ്രാഹിം തന്റെ ആദർശത്തെ ലോകത്തിന് പകർന്നു കൊടുത്തത്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു ബലിപെരുന്നാളിന്റെ സന്ദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ വർഷവും ഒരു ദുൽഹിജ്ജ മാസം വരുമ്പോൾ അവിടെ കുറച്ച് കർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ ബലികർമ്മം, അതോടൊപ്പം തന്നെ ഹജ്ജ്, അതുപോലെ തന്നെ പെരുന്നാള്, ഇതല്ല മറിച്ച് അതിനേക്കാൾ അപ്പുറം ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറയും ഇസ്മായിലും പകർന്ന ആ പാഠങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. ആ രീതിയിലുള്ള ജീവിതവും ദർശനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ ഈദിൻ്റെ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യൗമുൻ നഹർ. ഇത് നമ്മുടെ ഈ ബലിയുടെ ദിവസമാണ്. അതിൽ പരമാവധി പങ്കെടുക്കുക, എല്ലാവരും അതിൽ പങ്കെടുക്കുകയും അത് പരമാവധി അത് എത്തിക്കേണ്ട പാവങ്ങളായ ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക, നമുക്കതിൽ ഭക്ഷിക്കാം. വതഅമുൽ ഖാനിയ വൽ മുഅ്തറ, ചോദിച്ചു വരുന്നവർക്ക് പാവങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ചോദിച്ചു വരുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്ക് കൊടുക്കുക. അവിടെ മുസ്ലിം അമുസ്ലിം എന്ന വേർതിരിവില്ല, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം.